ഇന്നത്തെ നമ്മുടെ വീഡിയോ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്ന കുറച്ച് വേർഡ്സിനെ കുറിച്ചാണ്. നോർമലി പറയുന്ന വേർഡ്സും അതിന്റെ മീനിങ്സ് ഒക്കെ നമുക്ക് കാണാതെ അറിയാം. എന്നാൽ ചെറിയ ചില വേർഡ്സ് ഉണ്ടല്ലേ, ഇൻ, ഓൺ, അറ്റ്, ബൈ, ടിൽ, അൺടിൽ എന്നിങ്ങനെയുള്ള ചെറിയ വേർഡ്സ്, ഇത്തരം വേർഡ്സ് എവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഈ പറഞ്ഞ വേർഡ്സ് ചെറുതാണെങ്കിലും അതിന്റെ യൂസസ് വലുതാണ്. നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് സമയത്തെ കുറിച്ച് പറയുന്ന സിറ്റുവേഷൻസിൽ ഏത് എവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇനി സമയം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുടെ മനസ്സിൽ വരുന്നത് ക്ലോക്ക് ടൈം ആണ്. തീർച്ചയായും ക്ലോക്ക് ടൈം സമയത്തെ കാണിക്കുന്ന വേർഡ്സ് തന്നെയാണ്. ഇത്തരത്തില് ക്ലോക്ക് ടൈം കാണിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് എന്ന പ്രപ്പോസിഷൻ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അറ്റ് 10 PM, at 8 AM എന്നിങ്ങനെ ഏത് സമയം പറഞ്ഞാലും അവിടെ നമുക്ക് അറ്റ് എന്ന പ്രപ്പോസിഷൻ തന്നെ യൂസ് ചെയ്യാം. എന്നാൽ സമയത്തെ കുറിച്ച് പറയുമ്പോൾ ക്ലോക്ക് ടൈം മാത്രമാണോ? അല്ല, മറ്റൊരുപാട് വേർഡ്സ് സമയത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇത്തരം വേർഡ്സിന്റെ മുൻപിൽ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. I have a meeting on Monday. I have a meeting on Monday. She was born on 19th September 1985. 19th September 1985. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സുകളൊക്കെ ഒന്ന് നോക്കിയേ. ഇതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമയത്തെ കാണിക്കുന്ന വേർഡ്സ് ആണ്. ഓൺ മൺഡേ, മൺഡേ എന്ന് പറയുന്നത് ഒരു സമയമാണ്, ഒരു ഡേ ആണ്, ദിവസം. ഇതൊരു ഡേറ്റ് ആണ്, 19th September 1985. അപ്പോ ഡേറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്നാണ്. എളുപ്പത്തിന് നമുക്ക് എന്ത് പറയാം? ഓൺ പ്ലസ് ഡേ ഓഫ് വീക്ക് എന്ന് പറയാം. ഡേ ഓഫ് ദ വീക്ക്. ഏത് ഡേ വന്നാലും നമ്മൾ ഏത് വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഓൺ എന്ന പ്രപ്പോസിഷൻ. മൺഡേ, ട്യൂസ്ഡേ ഏത് ഡേ പറഞ്ഞാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ തന്നെയാണ്. ഇനി ഡേറ്റ് ആണെങ്കിലോ, കംപ്ലീറ്റ് ഡേറ്റ് ആണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം? ഓൺ യൂസ് ചെയ്യാം. പെർട്ടിക്കുലർ ഡേറ്റിന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ്. ഇനി ചിലപ്പോൾ നമ്മൾ പറയുന്നത് മൺഡേ മോർണിംഗ് എന്നായിരിക്കും. മൺഡേ മോർണിംഗ്, മൺഡേ മോർണിംഗ്. അതല്ല, ചിലപ്പോൾ നമ്മൾ ട്യൂസ്ഡേ, ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, ട്യൂസ്ഡേ ഈവനിങ് എന്നായിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ ഏത് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക? അവിടെ നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷൻ തന്നെ യൂസ് ചെയ്യണം. ഓൺ മൺഡേ മോർണിംഗ്, ഓൺ ട്യൂസ്ഡേ ഈവനിങ് എന്നിങ്ങനെ. ഇനി ഒരുപാട് ഫെസ്റ്റിവൽ ഡേയ്സ് ഇല്ലേ, ആ പെർട്ടിക്കുലർ ഡേനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ ക്രിസ്മസ്, ദിവാലി എന്നിങ്ങനെയുള്ള ഫെസ്റ്റിവൽ ഡേയ്സ്, ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും ആ പെർട്ടിക്കുലർ ഡേനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യുന്നത്? ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. ഐ വിൽ മീറ്റ് രാഹുൽ ഇൻ ഏപ്രിൽ. ഐ വിൽ മീറ്റ് രാഹുൽ ഇൻ ഏപ്രിൽ. സ്നേഹ വാസ് ബോൺ in 1997. I love sipping hot coffee in winter. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ സമയത്തെ കാണിക്കുന്ന വേർഡ്സുകളാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് ഒരു മന്ത് ആണ്. 1997 ഇയർ. വിന്റർ എന്ന് പറയുന്നത് ഒരു സീസൺ ആണ്. ഇതെല്ലാം സമയത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വേർഡ്സ് ഒരു പെർട്ടിക്കുലർ ടൈമിനെയാണ് നമുക്ക് ഈ സെന്റൻസിൽ കാണിച്ചു തരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ മുന്നില് മന്ത്, ഇയർ, സീസൺ എന്നിങ്ങനെയുള്ള വേർഡ്സിന്റെ മുൻപില് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഇൻ ആണ്. അപ്പോ ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിന് നമുക്ക് എങ്ങനെ പറയാം? മന്ത് അല്ലെങ്കിൽ ഇയറിന്റെ മുന്നില് ഇൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീസണോ സെഞ്ചുറിയോ പറയുന്ന സമയത്ത് അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ ഇയർ, മന്ത്, പെർട്ടിക്കുലർ സീസൺ, സെഞ്ചുറി എന്നിവയുടെ മുന്നിൽ നമ്മൾ പറയുന്ന വേർഡ് ഇൻ എന്നാണ്.
ഡേ പറയുമ്പോൾ ഓൺ ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ പാർട്ട് ഓഫ് എ ഡേ പറയുമ്പോൾ അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. പാർട്ട് ഓഫ് എ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഡേനെ നമുക്ക് വീണ്ടും മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്നിങ്ങനെയൊക്കെ വീണ്ടും ഡിവൈഡ് ചെയ്ത് പറയാം. ഇതെല്ലാം സമയമാണ് കാണിക്കുന്നത് അല്ലേ. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. എന്നാൽ നൈറ്റ് പറയുമ്പോൾ അവിടെ നമ്മൾ അറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത്. സമയത്തെ കാണിക്കുന്ന വേർഡ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിൽ പാർട്ട് ഓഫ് എ ഡേ, ഒരു ഡേനെ തന്നെ നമുക്ക് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇത്തരം വേർഡ്സ് പറയുമ്പോൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നീ വേർഡ്സിന്റെ മുന്നിൽ ഇന്നും, നൈറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ അറ്റു ആണ് യൂസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ പീരീഡ് ഓഫ് ടൈം, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മിഡിൽ ഏജ്, അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് ടൈം എന്നൊക്കെ പറയാറുണ്ട്. പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്നൊക്കെ പറയാറുണ്ട്. ഇത്തരം കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഇന്നെന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ പീരീഡ് ഓഫ് ടൈം പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നെന്ന പ്രിപ്പോസിഷൻ ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ടൈം പറയുമ്പോൾ, ലെങ്ത് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 10 minutes ഇതൊരു ലെങ്ത് ഓഫ് ടൈം ആണ് അല്ലെ. 10 minutes എന്ന് പറയുന്നത് 3 months, 7 years ഇത്തരത്തിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ടൈമിനെ കാണിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഇൻ എന്നതാണ്. ഇൻ 10 minutes, ഇൻ 3 months, ഇൻ 7 years. അതാണ് ഞാൻ ലെങ്ത് ഓഫ് ടൈം എന്ന് പറഞ്ഞത്. ലെങ്ത് ഓഫ് ടൈം പറയുമ്പോൾ അതിന്റെ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇൻ ഓൺ അറ്റ് ആണ്. സമയത്തെ കാണിക്കുമ്പോൾ ഇൻ, ഓൺ, അറ്റ് എന്നീ വേർഡ്സ് എവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയുന്നത് സിൻസ്, ഫോർ, എഗോ എന്നീ വേർഡ്സിനെ കുറിച്ചാണ്. ഇതും സമയത്തെ തന്നെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ വേർഡ്സിന് മറ്റ് യൂസസ് ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് വേർഡ് യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് സിൻസ് പറയാം. സിൻസ് നമ്മൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോഴാണ് സിൻസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസിൽ ഒന്ന് നോക്കി. ഐ ഹാവ് നോട്ട് മെറ്റ് ഹെർ സിൻസ് മോർണിംഗ്. സിൻസ് മോർണിംഗ് ഞാനൊരു ടൈം പോയിന്റ് ചെയ്ത് പറയുന്നുണ്ടല്ലേ. ഇവിടെ മോർണിംഗ് എന്ന് ഞാൻ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ടല്ലേ. ഐ ഹാവ് നോട്ട് മെറ്റ് ഹെർ സിൻസ് മോർണിംഗ്. ഷീ ഹാസ് ബീൻ ഇൽ സിൻസ് യെസ്റ്റർഡേ നൈറ്റ്. ഷീ ഹാസ് ബീൻ ഇൽ സിൻസ് യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ രാത്രി മുതൽ അവൾക്ക് വയ്യ. അപ്പൊ ഇന്നലെ രാത്രി എന്ന് ഞാൻ ആ ടൈം പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. രാഹുൽ ഹാസ് ബീൻ ഇൻ ചെന്നൈ സിൻസ് 2022. ഏത് വർഷം മുതലാണ് എന്നതിന് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അപ്പോ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ അവിടെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? സിൻസ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. അടുത്തത് നോക്കാം. ഫോർ, എ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം കാണിക്കുമ്പോൾ ഫോർ യൂസ് ചെയ്യണം. മാറിപ്പോകരുത്. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്യും. She stayed with us for 2 days. She stayed with us for 2 days. ഇവിടെ 2 days എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പീരീഡ് ഓഫ് ടൈം അത് പോയിന്റ് ചെയ്ത് ഏതൊക്കെ ഡേയ്സ് ആണെന്ന് പറയുന്നില്ല. She has lived here for 3 years. ഇവിടെയും ഒരു പീരീഡ് മാത്രമേ പറയുന്നുള്ളൂ, 3 years എന്ന്. From this year to that എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ആണ്. ഇനി എഗോ. സെറ്റ് ഇൻ ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ ഒരു സമയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് എഗോ എന്ന വേർഡ് യൂസ് ചെയ്യാം. ഐ കെയിം ഹിയർ 2 years ago. 2 വർഷത്തിന് മുൻപല്ലേ. ഐ കെയിം ഹിയർ 2 years ago. ഇവിടെ പാസ്റ്റിലെ ഒരു ടൈമാണ് പറയുന്നത്. ഐ ബോട്ട് ദിസ് കാർ
1 year ago. I bought this car 1 year ago. Since, for, ago എന്നീ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ അവിടെ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. പീരീഡ് ഓഫ് ടൈം ആവുമ്പോൾ ഫോർ യൂസ് ചെയ്യും. പാസ്റ്റിൽ ഒരു സർട്ടൻ ടൈം പറയുമ്പോൾ അവിടെ നമ്മൾ എഗോ യൂസ് ചെയ്യും. ഒരു നിയർനെസ് ഓഫ് ടൈം അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം, ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം, ഇതൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ എന്ന പ്രപ്പോസിഷൻ ആണ്. ഈ സെന്റൻസുകൾ നോക്കിയേ. യു മസ്റ്റ് റിട്ടേൺ ഇറ്റ് ബൈ 10 PM. കണ്ടോ, ആ സമയത്തിനുള്ളിൽ നീ അത് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്തിരിക്കണം. ഐ വിൽ ബി ഹോം ബൈ 7 PM. 7 മണിയോടുകൂടി ഞാൻ വീട്ടിലുണ്ടായിരിക്കും. ഐ വിൽ ബി ഹോം ബൈ 7 PM. അപ്പോൾ ഒരു സർട്ടൻ ടൈം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയർനെസ് ഓഫ് ടൈം പറയുമ്പോൾ, അതും അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം പറയുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ എന്ന പ്രപ്പോസിഷൻ ആണ്. സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഇനിയും ഒരുപാട് വേർഡ്സ് ഉണ്ട്. ബിഫോർ, ആഫ്റ്റർ, ടു, ഫ്രം, ടിൽ, അൺടിൽ. ഈ വേർഡ്സ് എല്ലാം സമയത്തെ കുറിച്ച് പറയാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എല്ലാ വേർഡ്സും ഇന്ന് പറയുന്നില്ല. എല്ലാം കൂടി കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയാലോ? ഈ വേർഡ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പ്രപ്പോസിഷൻ ഓഫ് ടൈമിനെ കാണിക്കുന്ന കുറച്ച് വേർഡ്സിനെ കുറിച്ചാണ്. എല്ലാ വേർഡ്സ് പറഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്തു നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.